സർക്കാർ തന്നെ ഈ ബീഫ് പ്രൊമോഷന് വേണ്ടി ബീഫ് എക്സ്പോർട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിച്ചതിൻ്റെ രേഖകളുണ്ട്. ലോകത്ത് ബ്രസീൽ കഴിഞ്ഞാൽ 2ാം സ്ഥാനമാണ് ബീഫ് എക്സ്പോർട്ടിൽ ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ബീഫ് എക്സ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ ഒരു 90% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ്. അവർ നന്നായിട്ട് ഇന്ത്യൻ ബീഫ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഞങ്ങളിൽ നിന്ന് കൂടുതൽ ബീഫ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ അങ്ങോട്ട് കത്തെഴുതുകയാണ്. ഇത് പോരാ, കുറച്ചുകൂടി കൂട്ടണം, കാരണം ഇവിടെ ആവശ്യം പോലെയുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരാം എന്ന് പറഞ്ഞ് കത്തെഴുതുന്നു. ഇനി വേറൊരു കാര്യം പറയട്ടെ, ഹലാൽ ഭക്ഷണത്തിനെതിരെ സംഘപരിവാർ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ പ്രത്യേകിച്ചും ക്യാമ്പയിൻ നടത്തിയായിരുന്നല്ലോ. ഹലാൽ ബോർഡുകൾ പാടില്ല, ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ വേറെന്തോ തുപ്പിയതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. മോദി സർക്കാരിൻ്റെ കീഴിൽ 2023 ഈ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ അവരാണല്ലോ ഇതിൻ്റെ ക്വാളിറ്റി നോക്കുന്നത്. ഹലാൽ എക്സ്പോർട്ട് ചെയ്യുന്ന ബീഫിന് ഹലാൽ സർട്ടിഫിക്കേഷൻ നിർബന്ധമാക്കിക്കൊണ്ട് ഡയറക്റ്റീവ് പുറത്തിറക്കി. അതായത് എങ്ങനെയാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ ചെയ്യേണ്ടത്, അങ്ങനെ എക്സ്പോർട്ട് ചെയ്യാവൂ. ഹലാൽ സർട്ടിഫിക്കേഷനിൽ അതൊരു ബീഫ് പോലും എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതായത് ഇന്ത്യ പ്രധാനമായി പറയുന്നത് ഇന്തോനേഷ്യക്കല്ല പോകുന്നത്, പല രാജ്യങ്ങളിലേക്ക് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിലേക്ക് ഉൾപ്പെടെ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഹലാൽ വെക്കുന്നു. അപ്പോൾ ഹലാൽ സർട്ടിഫിക്കേഷൻ എന്താണെന്ന് മോദി സർക്കാർ എന്ന് പറയുകയാണതിൽ 2023 അത് നിർബന്ധമാക്കിക്കൊണ്ട് അവർ ഡയറക്റ്റീവ്സ് പുറത്തിറക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താ നടക്കുന്നത് നമ്മളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കി. ഒരു വശത്ത് താഴേക്കടയിലുള്ള കായികാധ്വാനം നടത്തുന്ന മനുഷ്യർക്ക് പ്രോട്ടീനുള്ള മാംസഭക്ഷണം നിഷേധിക്കുന്നു. മറുവശത്ത് ഇങ്ങനെ ബാക്കിയാവുന്ന സർപ്ലസ് മാംസം മുഴുവൻ എക്സ്പോർട്ട് ചെയ്ത് കയറ്റുമതി വരുമാനം ഉണ്ടാക്കുന്നു. അതുവഴി അങ്ങനെ കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾക്ക് വൻതോതിൽ ലാഭമുണ്ടാകുന്നു. അതുവഴി ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് പൈസ കിട്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ക്രൂരവും മനുഷ്യത്വരഹിതവും കുശാഗ്ര ബുദ്ധിയോടും കൂടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഭരണവർഗം, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരെ ഇവിടെ വേറൊരു കാര്യം പറഞ്ഞല്ലോ, അക്രമവാസന തടയാൻ വേണ്ടി മാംസഭക്ഷണം ശാസ്ത്രീയമായി ഒരു തെളിവുമില്ലാത്തൊരു കാര്യമാണത്. മാംസഭക്ഷണവും അക്രമവാസനയും. ഹിറ്റ്ലർ സസ്യഭുക്കായിരുന്നു. ഹിറ്റ്ലർ കൊന്നത്ര ആളുകൾ വേറെ ആരും കൊന്നിട്ടില്ലല്ലോ. അപ്പോൾ മാംസഭുക്കുകൾ മനുഷ്യരെ കൊല്ലുന്നവരാണ്, സസ്യഭുക്കുകൾ ആരും കൊല്ലില്ല എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള അടിസ്ഥാനമില്ല. അതിൽ നമ്മുടെ ഭക്ഷണവും നമ്മുടെ സ്വഭാവം തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മുടെ ഭക്ഷണം നമ്മുടെ ശരീരം തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ വംശജരുടെ രൂപം നോക്കുക. ഏറ്റവും കുറവ് പ്രോട്ടീൻ ഇൻടേക്കുള്ള ആളുകളാണ് ഇന്ത്യക്കാർ. അത് സമ്പന്നനായാലും ദരിദ്രനായാലും. കാരണം എന്താ വെച്ചാൽ അത് കൾച്ചറില്ല, നമ്മൾ കാർബ്സ് വാരി കഴിക്കുന്ന കൾച്ചറാണ്. നമ്മുടെ രൂപവും ഒരു യൂറോപ്പിൻ്റെ രൂപവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് എന്താണ്, ഞാൻ ബോഡി ഷെയിം ചെയ്യുകയല്ല, നമുക്ക് മസിൽ കുറവാണ്. നമ്മളിങ്ങനെ വീർത്തു വരുവാണ്. അതിൻ്റെ കാരണം കാർബ്സ് ഇൻടേക്ക് കൂടുതലാണ്. അപ്പോൾ ഇത് ഒരു വശം നമ്മൾ ആ രോഗികളാകും. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ഡയബറ്റിക്സ് ക്യാപിറ്റൽ എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ കാർബ്സ് ഇൻടേക്കാണ്. ഒരു വശത്ത് ഭരണകൂടം എന്ത് ചെയ്യുന്നു, മനുഷ്യരെ രോഗികളായിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് ഈ ഭക്ഷണത്തിൻ്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്നു, ശുദ്ധവും അശുദ്ധവുമാകുന്നു. മറുവശത്ത് ഇതിനെ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. ഇത് മനുഷ്യന്മാർ തിരിച്ചറിയണം. ഈ കുറഞ്ഞ പക്ഷം ഈ വാട്സപ്പിലൂടെ ഈ പ്രൊപ്പഗൻഡ മെറ്റീരിയൽ ഇത് സംബന്ധിച്ച് പ്രൊപ്പഗൻഡ മെറ്റീരിയൽ ഫോർവേഡ് ചെയ്യുന്ന ആളുകളെങ്കിൽ ഇത് മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്.